അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കട്ടിളപ്പാളി കേസിൽ പത്മകുമാറിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം പുറത്തു വരില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ദ്വാരപാലക ശില്പ കേസിൽ ഇപ്പോൾ ദ്വാരപാലക ശില്പത്തിന്റെ കേസിൽ ഇപ്പോൾ ജാമ്യം ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇനിയും കുറച്ചുനാൾ കൂടി അകത്ത് കിടക്കേണ്ടി വരും. ഈ ഒരു ജാമ്യം ലഭിച്ചിരിക്കുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ CPM-ന് ഗുണം ചെയ്യുമോ, അതോ CPM-ന് ആശ്വാസകരം എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? പക്ഷേ ഈ CPM എന്ന് പറയുന്ന പാർട്ടി ഇത്രയും ഇവർക്ക് നേരെ ആരോപണം ഉണ്ടായിട്ടും, അതായത് ഇങ്ങനെ ഇത്തരത്തിൽ ഈ കള്ളക്കേസിൽപ്പെട്ട് മോഷ്ടിച്ച പത്മകുമാറിനെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞ ആരോപണം കേട്ട പാർട്ടിയാണ്. അപ്പോൾ ഈ 90 ദിവസവും പത്മകുമാറിനെ ചേർത്ത് നിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു കേസായി, ഇത് സ്വാഭാവിക ജാമ്യമാണ്. ഇനി അടുത്തത് ഇപ്പോൾ സ്വാഭാവിക ജാമ്യം കിട്ടും. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, പത്മകുമാറിനെ അവർ ചേർത്ത് നിർത്തിയത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ടാകുന്നത്. അതിന് കാരണം ഉണ്ടാകാതെ ഇത്രയും വലിയൊരു സംഘടന പത്മകുമാറിനെ ചേർത്ത് നിർത്താതെ ഇരിക്കില്ല. കാരണം പത്മകുമാറിന് ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും. അത് പറയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ ഈ സംഘടന അദ്ദേഹത്തിന് തഴയുന്നു എന്ന് കാണും. പത്മകുമാറിന് പറയാനുണ്ടാകുമെന്നുള്ളതല്ല, പറയാനുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ചാൾ മുൻപ് ഒരു വാർത്ത വന്നിരുന്നു. അതായത് പത്മകുമാറിന്റെ നേതൃത്വത്തിൽ 91 ലക്ഷം രൂപയോളം ഫണ്ട് ഈ പറയുന്നത് പോലെ പാർട്ടി പിരിച്ചിരുന്നു. പക്ഷെ പിന്നീട് ആ പണം എവിടെ പോയി എന്നുള്ളതിന് കൃത്യമായ ഒരു തെളിവും രേഖകളും ഇല്ല എന്നുള്ളത്. അതെന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നുള്ളതിനുള്ള രേഖകളും ഇപ്പോൾ നിലവിൽ പാർട്ടിക്കകത്തും പുറത്തുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പത്മകുമാറിന്റെ ഭാഗത്ത് നിന്ന് പാർട്ടിക്ക് നേട്ടം ഉണ്ടായിട്ടുണ്ട്, പണം പിരിച്ചിട്ടുണ്ട്, പാർട്ടിക്ക് ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിനൊന്നും തെളിവുകളില്ല. ഇതെല്ലാം പത്മകുമാറിന് കൃത്യമായി അറിയാം. പാർട്ടി പത്മകുമാറിനെതിരെ തിരിയുന്ന സാഹചര്യത്തിൽ തിരിച്ചു പൊട്ടിക്കാൻ ഇദ്ദേഹം പറഞ്ഞ ദൈവതുല്യന്റെ പേരുൾപ്പെടെ പലതും പുറത്തു വരുമെന്നുള്ള ഭയമായിരിക്കണം CPM-ന് അകത്തു നിന്നും പത്മകുമാറിനെതിരെ പ്രവർത്തിക്കാൻ പേടിയുള്ളത്. ഇപ്പോൾ ഈ പറയുന്ന പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് SIT ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, ദൈവതുല്യനായിട്ടുള്ളവർ പറഞ്ഞു ഞാനത് ചെയ്തു എന്നുള്ളത്. ആരായിരുന്നു ആ ദൈവതുല്യൻ എന്നുള്ളതിന് ഇപ്പോഴും ഉത്തരം ലഭിച്ചിട്ടില്ല. അത് കടകംപള്ളി സുരേന്ദ്രനായിരുന്നു, അതോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആയിരുന്നു എന്നുള്ളതിന് ഇതുവരെയും ഒരു സ്ഥിരീകരണം വരാത്തിടത്തോളം കാലം ഏതൊക്കെയോ നേതാക്കന്മാർ പത്മകുമാറിന്റെ വാ തുറക്കുന്നത് ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പാർട്ടിക്കകത്ത് തന്നെ പത്മകുമാറിനെ സംരക്ഷിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ല ഹർഷ, ഈ പറയുന്ന പോലെ ദൈവതുല്യൻ എന്ന് അദ്ദേഹം പറഞ്ഞു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ദൈവതുല്യന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയുള്ളൂ, തന്ത്രി. അതെ, അതങ്ങനെ നമുക്ക് ഒരു ഇങ്ങനെ ഈ വ്യാങ്യാർത്ഥം, പക്ഷെ തന്ത്രി നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം ഇപ്പൊ നമ്മൾ തന്നെ ഇന്നലെ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. തന്ത്രി പുറത്തു വന്നെങ്കിലും കുടുങ്ങാൻ ഇനിയും സാധ്യതയുണ്ട് എന്നുള്ളത്. പക്ഷേ കോടതിയുടെ നിരീക്ഷണത്തിൽ നിന്നും തന്ത്രിക്കെതിരെ ഒരു ചെറിയ തെളിവ് പോലും നൽകാൻ സാധിച്ചിട്ടില്ല. ഈ പറയുന്നത് പോലെ രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി മാത്രമാണ് തന്ത്രി ഇതിനകത്ത് കുടുക്കിയത് എന്നുള്ളത് ഇപ്പം തന്ത്രി പുറത്തു വന്നതിന് ശേഷം കൃത്യമായി കോടതി പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ തന്ത്രിയെ നമുക്ക് കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷെ അങ്ങനെയല്ല, അതിനകത്ത് വിജിലൻസ് കോടതിയാണ് ഇപ്പം അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തത്. SITയുടെ കുറ്റപത്രം കൊടുത്തിട്ടില്ല. ഇന്ന് പത്രത്തിൽ പറഞ്ഞിരിക്കുന്ന വാർത്തകളൊക്കെ തന്നെ ഒരു വശം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഞാൻ എടുത്ത നിലപാടിൽ സർക്കാർ എന്നോട് വിരോധം തീർത്തു എന്നാണ്. അപ്പം പത്മകുമാർ പറഞ്ഞു ദൈവതുല്യൻ എന്ന് പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ ഞാൻ തിരികെ വീണ്ടും പോവുകയാണ്. പത്മകുമാർ ദൈവതുല്യൻ ആയിട്ടുള്ള ഒരു ആള് പറഞ്ഞിട്ടാണ് താൻ ഇതൊക്കെ ചെയ്തതെന്ന രീതിയിൽ പറയുമ്പോൾ ഇപ്പം ഒരു ദൈവതുല്യനെ പിടിച്ചു. ഒരിക്കലും കടകംപള്ളി സുരേന്ദ്രൻ ദൈവതുല്യൻ അല്ല പത്മകുമാറിന്. അത് വേറൊരു വസ്തുതയാണ്. അവരൊക്കെ ഒരുമിച്ച് പാർട്ടിയിൽ പല ഘടകങ്ങളിൽ, ജില്ലാ ഘടകത്തിലൊക്കെ ഇരുന്ന ആൾക്കാർ. അതുകൊണ്ട് ദൈവതുല്യൻ കടകംപള്ളി ഒരിക്കലും പത്മകുമാറിന് ദൈവതുല്യനല്ല. ഇനി മറ്റാരെങ്കിലുമാണോ, തന്ത്രി അല്ലാതെ ഇനി മറ്റാരെങ്കിലുമാണോ ദൈവതുല്യൻ എന്നുള്ളത് ഇനി നമുക്ക് അറിയേണ്ടി വരും. കാര്യം പത്മകുമാറിന് ഇങ്ങനെ ദേവസ്വം ബോർഡിന്റെ ഈ പറയുന്ന പദവിയിലേക്ക് കയറ്റിവിട്ടത് ആരാണ്? ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് ഒരു സ്ഥാനം, അതായത് നിങ്ങൾ പത്തനംതിട്ടക്കാരനായ നിങ്ങൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആകൂ എന്ന് പറഞ്ഞൊരു പിന്താങ്ങൽ നടത്തി കൊടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അത് 2018 കഥയാണ് പറയുന്നത്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നാം സർക്കാരിന്റെ കാലത്തുള്ള സംഭവമാണ്. അപ്പോൾ നമ്മൾ വിഷയം ഈ പറയുന്ന പോലെ പത്മകുമാറിനെ പാർട്ടി ഭയപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പാർട്ടി ഭയപ്പെടുന്നുണ്ട്. ഇതേപോലെ ഇനി പല കാര്യങ്ങളും പത്മകുമാർ വിളിച്ചു പറഞ്ഞാലോ പാർട്ടി ഇരുന്നില്ല എന്ന് അവർക്ക് പറയാമല്ലോ. 90 ദിവസവും ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാറിനെ എന്തിനു സംരക്ഷിക്കുന്നു ചോദിച്ചുകൊണ്ടിരുന്നതാണ്. സ്വാഭാവിക ജാമ്യം കിട്ടുന്നവരെ അദ്ദേഹത്തിന് തഴഞ്ഞിട്ടില്ല. ഇനി ഈ ഇലക്ഷന് മുമ്പ് എന്തെങ്കിലും നടപടി എടുക്കുമോ എന്ന് ചോദിച്ചാൽ അത് ഇദ്ദേഹത്തിനെ ഈ പറയുന്ന രീതിയിൽ ഇനിയും സംരക്ഷിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ, ഇനി ഒരു കേസ് കൂടെയാണ് ജാമ്യം കിട്ടാൻ, ഇനിയും സംരക്ഷിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക തന്നെ ചെയ്യും. തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അതിനെ രാഷ്ട്രീയമായി എങ്ങനെ മുതലാക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും കോൺഗ്രസ് എത്രയൊക്കെ മുതലാക്കിയാലും CPM-ന്റെ ഇപ്പോഴത്തെ നിലപാടിൽ മാറ്റം വരാൻ സാധ്യതയില്ല. കാരണം ഈ പറയുന്ന പത്മകുമാറിനെയോ ഇനി പുറത്തിറങ്ങിയിരിക്കുന്ന വാസുവിനെയോ ആണെങ്കിൽ പോലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ ഇവരിൽ നിന്നും ലഭിക്കാൻ പോകുന്ന വിവരങ്ങൾ പാർട്ടിയെ കൂടുതൽ നാശത്തിലേക്ക് അല്ലെങ്കിൽ പ്രതിരോധത്തിലാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കോൺഗ്രസ് ഇതിനെ നേട്ടമാക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള പോയിന്റുകൾ അല്ലെങ്കിൽ അവർക്കുള്ള ക്യാപ്സ്യൂൾ ഇറക്കിയോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ പ്രതിരോധം സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ ന്യായീകരിക്കാനോ സാധിച്ചെന്ന് വരില്ല. പക്ഷേ ഇതിനകത്ത് ജാമ്യത്തിൽ വ്യവസ്ഥയുണ്ടാകും. മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്ന് വ്യവസ്ഥയുണ്ടെങ്കിലോ
വ്യവസ്ഥയുണ്ടെങ്കിലും. അപ്പോൾ ഈ നിമിഷം വരെ അദ്ദേഹത്തിനെ ഈ പറയുന്ന രീതിയിൽ പാർട്ടി തള്ളിയിട്ടില്ല. ജാമ്യ വ്യവസ്ഥയിൽ ഇനി പറയരുത് എന്ന് പറഞ്ഞാലും നാളുകൾക്ക് ശേഷം ഒരു പുസ്തകം എഴുതിയാൽ എന്താ, അതും പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് CPM എന്ന് പറയുന്ന പാർട്ടി ഇപ്പോഴും സംരക്ഷിച്ച് നിർത്തുന്നത് ഇവർ ഭയപ്പെടുന്നത് കൊണ്ട് തന്നെയാണ്. ഒരു കാര്യം കൂടെ നമുക്കിവിടെ പറയേണ്ടി വരും. ഇപ്പോൾ നമ്മൾ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഇവരുടെ പാർട്ടി സംഘടനാ രീതിയെ കുറ്റപ്പെടുത്താനോ അല്ല. ഇവർ ഓരോ ജില്ലയിലും ഓരോ നേതാക്കളെയും ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. പത്തനംതിട്ടയിൽ ഈ പത്മകുമാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് സജി ചെറിയാൻ്റെ കാര്യം ആലപ്പുഴയിൽ. അതും ഇവർക്കൊരു തീരാ തലവേദനയാണ്. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് സജി ചെറിയാനിലേക്ക് പോയതല്ല, ഈ ഭരണം അവസാനിക്കാറാവുമ്പോഴെന്നല്ല, കഴിഞ്ഞ നീണ്ട 10 വർഷമായി CPM എന്ന് പറയുന്ന പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂടെ നിർത്തിയിട്ടുള്ള പല നേതാക്കളും പാർട്ടിക്ക് തലവേദനയാകുന്ന തരത്തിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ പത്മകുമാറിൽ പറഞ്ഞു സജി ചെറിയാനെ പറയാൻ കാര്യം, സജി ചെറിയാൻ എന്തെല്ലാമാണ് വിളിച്ചു പറഞ്ഞതെന്നൊക്കെ അറിയാമല്ലോ. ഈ മന്ത്രിയായിരുന്നുകൊണ്ട് 2 തവണ രാജിവെച്ച ആളാണ്. അപ്പോൾ ആകെ മൊത്തത്തിലൊരു കണക്കെടുപ്പ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ CPM-നകത്ത് സംഘടനാപരമായിട്ട് ഒരുപാട് തോൽവി അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ വാസു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ അവർക്ക് വളരെ താല്പര്യമുള്ള ഉദ്യോഗസ്ഥനാണ്. വാസു ഈ നിമിഷം വരെ ഒന്നും പറഞ്ഞിട്ടില്ല, വാസുവിന് പറയാൻ അറിയാത്തതുകൊണ്ടല്ല. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ പാർട്ടി തങ്ങളെ കൈ ഒഴിയുകയാണ് എന്നുണ്ടെങ്കിൽ അവർ പറയും എന്നുള്ളത് CPM ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് പത്മകുമാറിനെ ഇതുവരെയും കൈവിടാത്തത്. പക്ഷേ പത്മകുമാർ അത് പറയും. കാര്യം ഇത്രയും നാള് ജയിലിൽ കിടന്ന പത്മകുമാറിന് പാർട്ടി തന്നെ ചതിക്കുഴിയിൽപ്പെടുത്തിയതാണോ അല്ലെങ്കിൽ താൻ ആരാലെങ്കിലും പാർട്ടിയുടെ ആരുടെയും നിർദ്ദേശം അനുസരിച്ച് അല്ലെങ്കിൽ സപ്പോർട്ടോടുകൂടി ചെയ്തതാണോ എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. പത്മകുമാർ അത് വിളിച്ച് പറയുക തന്നെ ചെയ്യും. കാര്യം പത്മകുമാറിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. പത്മകുമാർ പെട്ടെന്ന് പ്രതികരിക്കുക കൂടെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ CPM ഭയപ്പെടുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിനെ ഇപ്പോൾ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത്. രണ്ടാമതൊരു കേസിൻ്റെ ജാമ്യം കൂടെ കിട്ടിക്കഴിയുമ്പോൾ ജാമ്യ വ്യവസ്ഥകൾ എങ്ങനെയാണെന്നുള്ളത് അറിയേണ്ടി വരും. പിന്നെ തന്ത്രിയുടെ കാര്യത്തിൽ തീർപ്പ് കൽപ്പി കുറ്റപത്രം മാർച്ച് 30-നകത്ത് കൊടുക്കാൻ സാധ്യതയുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പ് കുറ്റപത്രം വരും. ഈ SIT അന്വേഷണ സംഘത്തിന് എത്ര ഇനി കുറ്റം പറഞ്ഞാലും SIT അന്വേഷണ സംഘത്തിന് അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാര്യം ഈ വിജിലൻസ് കോടതിയാണെന്നല്ലേ ജാമ്യം കൊടുത്തത്. പത്രത്തിലേക്ക് വിജിലൻസ് കോടതിയിൽ ജാമ്യം കൊടുത്തതിൽ അങ്ങ് ക്ലീൻ ചീറ്റ് കിട്ടിയതുപോലെയാണ് എഴുതിയിരിക്കുന്നത്. കാര്യം ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ ഇന്നലെ നമ്മൾ രാജഗോപാൽ സാറോട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് കുറ്റപത്രം വരട്ടെ. കുറ്റപത്രത്തിൽ കാര്യം ഒരു കോടതി നിരീക്ഷണത്തിലുള്ള കുറ്റപത്രമാണ്. ദേവസ്വം ബെഞ്ചിന്റെ കോടതിയാണ്, ഹൈക്കോടതി ബെഞ്ചാണ്. രാജാ വിജയരാഘവൻ അടങ്ങുന്ന 2 പേരടങ്ങുന്ന ബെഞ്ചാണ്. അപ്പോൾ പൊതുജനത്തിനൊരു കണക്ക് പറയണ്ടേ, നമുക്ക് കാര്യങ്ങൾ പറയണ്ടേ, പ്രത്യേകിച്ച് ഇത്രയും ഭക്തരുള്ളൊരു ക്ഷേത്രവും കൂടെ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. തന്ത്രിയുടെ വിഷയം അങ്ങനെ. പത്മകുമാറിൻ്റെ വിഷയം CPM-ന് ഇപ്പോഴും ഭയമുണ്ട്. പത്മകുമാറിനെ സംരക്ഷിച്ചാലും ഇല്ലെങ്കിലും പത്മകുമാർ പറയുക തന്നെ ചെയ്യും. അത് ഇനി ജാമ്യ വ്യവസ്ഥ എങ്ങനെയാണെന്നുള്ളത് നോക്കണം. അതും കൂടെ അറിഞ്ഞാലേ നമുക്ക് പറ്റുള്ളൂ. പത്മകുമാർ ഒരു ബോംബാണ് CPM-നെ സംബന്ധിച്ച്.